കേരളത്തിലും ഭരണകൂട ഭീകരത. ജനപ്രതിനിധിയെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്യുന്ന പിണറായിയുടെ പോലീസ്. ഇപ്പോൾ എന്തെല്ലാം ഒരു പുകിലാണല്ലോ. പിന്നെ ഒരു പ്രകോപനവുമില്ലാതെ ഒരു സർക്കാർ ഓഫീസ് ഗുണ്ടകളുമായി വന്ന് അടിച്ചു തകർക്കുക, കല്ലെറിയുക, ഫയലുകൾ നശിപ്പിക്കുക എന്നിങ്ങനെയുള്ള സൽക്കർമ്മങ്ങൾ കാണിച്ചാൽ ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പാടില്ലെന്നാണോ? എന്നാ പിന്നെ അയാളെ പിടിച്ച് ഉമ്മ കൊടുക്കാൻ പോലീസ്. അതാണല്ലോ പോലീസിന്റെ പണി. മനുഷ്യരും വന്യമൃഗങ്ങളും തമ്മിലുള്ള സംഘർഷത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. നാട്ടിലിറങ്ങുന്ന കാട്ടാന ഉൾപ്പെടെയുള്ള വന്യമൃഗങ്ങൾ മനുഷ്യജീവനുകൾ കവരുന്നതും കൃഷിയും മറ്റും നശിപ്പിക്കുന്നതും വനത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളെ വല്ലാതെ ഭയപ്പെടുത്തുന്നതാണ്. ഇത് ഏറിയും കുറഞ്ഞു വരുന്നതും നാം കാണാറുണ്ട്. അതിർത്തികളിൽ കമ്പിവേലി, ആനമതിൽ തുടങ്ങിയവയാണ് ഇതിനുള്ള പോംവഴി. ഇക്കാര്യത്തിലും മറ്റു പലതിലും എന്ന പോലെ കേന്ദ്രവിഹിതം സംസ്ഥാനങ്ങളുടെ അവകാശമാണ്. എന്നാൽ കേരളം സമർപ്പിച്ച ഒരു പദ്ധതി പോലും അംഗീകരിക്കാൻ കേന്ദ്രം തയ്യാറാകുന്നില്ല. എങ്കിലും സംസ്ഥാന സർക്കാരും സംസ്ഥാന വനവകുപ്പും സംസ്ഥാനത്തിന്റെ പരിധിക്കകത്ത് നിന്ന് ചെയ്യാൻ പറ്റുന്നത് പരമാവധി ചെയ്യുന്നുണ്ട്. എങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങൾ ആവർത്തിക്കുന്നുമുണ്ട്. അത്തരം സ്ഥലങ്ങളിൽ ജനങ്ങളുടെ പ്രതിഷേധം സ്വാഭാവികമാണ്. എന്നാൽ ഉൾവനത്തിൽ നടക്കുന്ന വന്യജീവി ആക്രമണങ്ങളെ അത്തരത്തിൽ കാണാൻ പറ്റുമോ? ഉൾവനത്തിലായാലും മനുഷ്യജീവൻ പൊലിയുന്നത് ദുഃഖകരമാണെങ്കിലും അത്തരം സംഭവങ്ങൾക്ക് ഒരു ഭരണ സംവിധാനത്തെയോ വനംവകുപ്പിനെയോ മറ്റെന്തിനെങ്കിലുമോ പഴിക്കാൻ കഴിയില്ല. തീർത്തും ദുഃഖകരമായ ഒരു പ്രകൃതി ദുരന്തം പോലെയാണതും. അത്തരത്തിലൊന്നാണ് കരുളായി ഉൾവനത്തിൽ ആദിവാസി യുവാവ് പൂച്ചപ്പാറ മണിയെ കാട്ടാന ആക്രമിച്ചത്. തലയ്ക്ക് സാരമായ പരിക്കേറ്റ മണിയെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ സാഹസികമായി നിലമ്പൂർ ആശുപത്രിയിൽ പ്രവേശിച്ചുവെങ്കിലും രക്ഷപ്പെടുത്താനായില്ല. ഈ സംഭവത്തെ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിച്ചാലോ? അതാണ് നിലമ്പൂരിൽ കണ്ടത്. ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് കാശ് കൊടുത്ത് ശക്തി പ്രകടനം നടത്തിയ ശേഷം നിലമ്പൂർ MLA നടത്തിയ മറ്റൊരു പൊളിഞ്ഞ നാടകമായിരുന്നു ഇന്നലെ അരങ്ങേറിയത്. പ്രാബല്യത്തിൽ വരാത്ത വനം ഭേദഗതി നിയമം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ യാത്ര തുടങ്ങും മുമ്പ് തന്നെ ഇഷ്ട ചാനലായ മരമുറി ചാനൽ വഴി താൻ UDF പോവുകയാണെന്നും ജാഥ ഉദ്ഘാടനം ചെയ്യുന്നത് കോൺഗ്രസ് നേതാക്കളാണെന്നും പ്രചരിപ്പിച്ചു. പക്ഷേ കോൺഗ്രസും കൈയൊഴിഞ്ഞു. ആർക്കും വേണ്ടാത്ത എടുക്കാച്ചരക്ക് വിറ്റഴിക്കാൻ ശ്രമിക്കുന്ന കച്ചവടം ഒളിഞ്ഞ വ്യാപാരിയെ പോലെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന അങ്ങേരെ സ്വീകരിക്കുന്നത് വെളിയിൽ കിടക്കുന്ന പാമ്പിനെടുത്ത് തോളിലിടുന്നത് പോലെ ആവും എന്ന് അവരും കരുതിയിരിക്കണം. ഏതായാലും അതും കൂടി പൊളിഞ്ഞതോടെ ഇക്ക പരവശനായി. എങ്ങനെയെങ്കിലും ജനശ്രദ്ധ നേടിയെടുക്കണം, അതാണ് ലക്ഷ്യം. അപ്പോഴാണ് വീണ് കിട്ടിയ പോലെ മണിയുടെ മരണം വെച്ച് കളിച്ചത്. ഒരാളും തിരിഞ്ഞു നോക്കാത്ത മൂപ്പരുടെ ജനകീയ യാത്ര നിർത്തിവെക്കാൻ ഒരു കാരണവും വേണം. അങ്ങനെയാണ് മണിയുടെ മരണത്തിന്റെ പേരിൽ DFO ഓഫീസ് അടിച്ചു തകർത്തത്. മണി മരിച്ചത് സൗത്ത് ഫോറസ്റ്റ് ഡിവിഷൻ ഓഫീസ് പരിധിയിൽ. എന്നാൽ അൻവറും ഗുണ്ടകളും ആക്രമിച്ച് തകർത്തത് നോർത്ത് ഡിവിഷൻ ഓഫീസ്. അതും അവധി ദിവസമായതിനാൽ അടച്ചുപൂട്ടിയ ഓഫീസ് വാതിൽ അടിച്ചു തകർത്ത് അകത്ത് കടന്നു. സ്വാഭാവികമായും കേസ് വരും. പൊതുമുതൽ നശിപ്പിക്കുന്നതിന് ജാമ്യമില്ലാ വകുപ്പ് ചേർക്കും. അങ്ങനെയാണ് അറസ്റ്റ് നടന്നത്. യാത്ര നിർത്താൻ അൻവർ അതൊരു കാരണമാക്കി. ഇതോടെ UDF രാഷ്ട്രീയ അഭയം ലഭിക്കുമെന്ന പ്രതീക്ഷയുമായി. അങ്ങനെയെങ്കിലും ആളെ കൂട്ടുക എന്ന ലക്ഷ്യം മാത്രമാണ് കോൺഗ്രസിനും ലീഗിനും. പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ ഉൾപ്പെടെ ഏറ്റവും അവസാനം വരെ അൻവർ ഉന്നയിച്ച കോടികളുടെ അഴിമതി ആരോപണം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സതീശൻ കട്ട കലിപ്പിലാണ്. എങ്കിലും ഗതികെട്ട അൻവറിന് പിന്തുണ പ്രഖ്യാപിച്ചു. അതേസമയം അൻവറിനെ UDF എടുക്കാൻ ഒരു ചർച്ചയും നടത്തിയിട്ടില്ല എന്നാണ് സതീശൻ ആവർത്തിച്ചത്. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് അനൗപചാരിക ചർച്ച നടത്തി എന്നാണ്. K സുധാകരനും ചെന്നിത്തലയുമെല്ലാം അതിനൊപ്പമാണ്. അങ്ങനെ ഇതും സതീശനെ വെട്ടാൻ K സുധാകരനും ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടിയുമെല്ലാം ആയുധമാക്കുകയാണ്. ഏതായാലും ഈ ജൂനിയർ മാൻഡ്രാക്കിനെ സ്വീകരിക്കുന്നവരുടെ അവസ്ഥ എന്താവുമെന്ന് വരും ദിവസങ്ങളിൽ കാണാം.